സോ ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു ഫ്രീ ഫണ്ടഡ് അക്കൗണ്ടിന്റെ ഒരു വീഡിയോ നമ്മൾ ഇടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഫ്രീ ഫണ്ടഡ് അക്കൗണ്ടിന്റെ വീഡിയോ തന്നെയാണ് ഇത്. സോ നമ്മൾ ആ ഫ്രീ ഫണ്ടഡ് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയുടെ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വീഡിയോ മറക്കാതെ തന്നെ ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാൽ അവർക്കും കൂടി ഈ ഫണ്ടഡ് അക്കൗണ്ട്സും കാര്യങ്ങളും കിട്ടും. സോ അതേപോലെ തന്നെ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. സോ എല്ലാവരും ഓരോരോ കമന്റ് വെച്ചിട്ട് ഇട്ടോ. സോ അങ്ങനെയാണെങ്കിൽ കൂടുതൽ പേർക്ക് ഈ വീഡിയോ എത്തും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഓക്കെ, സോ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോയി. സോ വീഡിയോയിലോട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കേണ്ടത് ഗോഡ് ഫണ്ടഡിലാണ് ഈ ഒരു ഇതുള്ളത്. ഓക്കെ, സോ എല്ലാവർക്കും ഗോഡ് ഫണ്ടഡും കാര്യങ്ങളൊക്കെ എന്താ അറിയണ്ടാവും. നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫണ്ടഡ് ഫേം ആണ് ഗോഡ് ഫണ്ടഡ് എന്ന് പറയുന്നത്. സോ ഗോഡ് ഫണ്ടഡിൽ എങ്ങനെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗോഡ് ഫണ്ടഡ് എടുക്കുക. സോ ഗോഡ് ഫണ്ടഡിന്റെ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. സോ ഗോഡ് ഫണ്ടഡ് ഓപ്പൺ ആയി. സോ ഗോഡ് ഫണ്ടഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളിപ്പോ ഗോഡ് ഫണ്ടഡ് ഓപ്പൺ ചെയ്തു. ഗോഡ് ഫണ്ടഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ റിവാർഡ് എന്നുള്ളൊരു സെക്ഷൻ. ഓക്കെ, റിവാർഡ് എന്നുള്ളൊരു സെക്ഷൻ കാണാൻ പറ്റും. ഈ റിവാർഡ് സെക്ഷനിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറേ റിവാർഡ്സ് കാണാൻ പറ്റും. ഇല്ലേ, റിവാർഡ്സ് കാണാൻ പറ്റില്ലേ? സോ ഞാൻ ഇതില് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ 2 ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് ഫോളോ GFT ഓൺ ഇൻസ്റ്റാഗ്രാമും ജോയിൻ GFT ഓൺ ഡിസ്കോഡ്. അതായത് ഗോഡ് ഫണ്ടഡിന്റെ അക്കൗണ്ട്സ് ഫോളോ ചെയ്യുന്ന സംഭവമാണ് പറയുന്നത്. സോ ഈ സംഭവങ്ങളൊക്കെ ഞാൻ ഇവിടെ ഫോളോ ചെയ്തു. സോ അപ്പൊ എനിക്ക് എന്ത് ചെയ്തു, 5 പോയിന്റ്സ് വെച്ചിട്ട് ഇവിടെ കിട്ടി. ഓക്കെ, 5 അപ്പൊ ടോട്ടൽ എനിക്ക് ഇവിടെ 10 പോയിന്റ്സ് ആയി. സോ ഇതേപോലെ തന്നെ ഞാൻ ഇവിടെ ഈ കാണുന്ന എല്ലാ ടാസ്കും ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, സോ ഇതിൽ നമുക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ ഇതില് നമുക്ക് ടാസ്ക് പുതിയതായിട്ട് വരും. ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താലും നമുക്ക് ഓരോ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ ടാസ്ക് വരും. അങ്ങനെയാണ് ഇതിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കണ്ടിട്ടുള്ളത്. സോ ഇതിൽ നമുക്ക് ടാസ്ക് ഏകദേശം ഒരു 150 പോയിന്റ്സ് നമുക്ക് ഇപ്പൊ നേടാൻ പറ്റും. 150 പോയിന്റ്സ്. സോ ഈ 150 പോയിന്റ്സ് നമ്മൾ നേടിയിട്ട് എടുത്തു വെക്കുക. ഒന്നിനും യൂസ് ചെയ്യാതിരിക്കുക, എല്ലാം എടുത്തു വെക്കുക. സോ ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് വോട്ട് ചെയ്യാൻ പറ്റും. അതായത് പ്രൊഫൈൽ മെർച്ച് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. അവിടെ നമുക്ക് പോയിട്ട് GFTനെ വോട്ട് ചെയ്യുക, ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, അവിടെ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, സോ ഞാനൊരു സംഭവം കാണിച്ചു തരാം. ട്രസ്റ്റ് പൈലറ്റിൽ പോയിട്ട് GFTന്റെ ട്രസ്റ്റ് പൈലറ്റ്. സോ ട്രസ്റ്റ് പൈലറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. ഓക്കെ, സോ ഇതാണ് ട്രസ്റ്റ് പൈലറ്റ് റിവ്യൂ. ട്രസ്റ്റ് പൈലറ്റ് റിവ്യൂവില് നമ്മള് അത് ഓപ്പൺ ആക്കുക. അതിൽ നമ്മൾ GFTന്റെ ഒരു സംഭവം ഉണ്ടാവും. ഓക്കെ, സോ ഇവിടെ ഓക്കെ കൊടുക്കുക. അതേപോലെ തന്നെ GFT. സോ GFT എന്ന് പറഞ്ഞു വരും, ഗോഡ് ഫണ്ടഡ്. സോ ഗോഡ് ഫണ്ടഡ് എന്ന് അടിച്ചാൽ അവിടെ വരുന്നുണ്ടാവും. സോ നോക്കി നോക്കാം. ഇതാക്കണം, ഗോഡ് ഫണ്ടഡ് ട്രേഡർ എന്ന് പറഞ്ഞിട്ടില്ലേ. സോ ഗോഡ് ഫണ്ടഡ് ട്രേഡർ എടുക്കുക. ഗോഡ് ഫണ്ടഡ് ട്രേഡർ എടുത്തിട്ട് അവർക്കൊരു റിവ്യൂ റേറ്റ് ചെയ്യുക. സോ റിവ്യൂ എടുക്കുക, എന്നിട്ട് 5 സ്റ്റാർ കൊടുക്കുക. എന്നിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ റേറ്റ് ചെയ്യുക. അപ്പോൾ ഗുഡ്, ഞാൻ പറഞ്ഞു ഗുഡ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഇട്ടു. ഓക്കെ, ഗുഡ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. സോ ഇവിടെ ഡേറ്റ് കൊടുക്കുക, April 4, ഗുഡ് പ്ലാറ്റ്ഫോം, സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, സോ യുവർ റിവ്യൂ. സോ എന്നിട്ട് ഈ റിവ്യൂ ഉണ്ടല്ലോ, ഈ റിവ്യൂ അങ്ങോട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക. സോ ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തു. സോ ഇവിടെ സ്ക്രീൻഷോട്ട് വന്നു. എന്നിട്ട് ഞാൻ എൻ്റെ ഫയൽസ് ഓപ്പൺ ആക്കി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, തിരിച്ചു പോയി. ഓക്കെ, സോ ഞാൻ എന്നിട്ട് എൻ്റെ ഗോഡ് ഫണ്ടഡിലേക്ക് തിരിച്ചു പോയി. ഇവിടെ ഇതാക്കി. സോ ഞാൻ ഇവിടെയല്ല ഇതാക്കിയത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ റിവ്യൂ അപ്ലോഡ് ചെയ്യാൻ പോവാണ്. സോ റിവ്യൂ അപ്ലോഡ് ചെയ്യാൻ പോവാണ്. സോ ആ റിവ്യൂവിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് തപ്പണം. സോ ഇവിടെയാണ്. ഒരു മിനിറ്റ്. സോ വേറെന്തോ വന്നു. സോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. സോ മെട്രിക്സ് കൺഗ്രാജുലേഷൻ റിവാർഡ് ഇതുണ്ടോ. സോ ഞാനത് അപ്ലോഡ് ചെയ്തു. എന്നിട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. സോ ടാസ്ക് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി. പെൻഡിങ് കാണിക്കുന്നുണ്ടില്ലേ. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ തന്നെ ഓരോരോ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാസ്കിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് പോയിന്റ്സ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കും. ഇത് പെൻഡിങ് ആണ്, അവർ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 24 hours ഉള്ളിൽ അത് റിവ്യൂ കംപ്ലീറ്റ് ആവും.
സോ എല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്കുള്ള ഇതെന്ന് പറയണത്, സോ നമുക്ക് മേക്ക് 30 വീഡിയോസ് ഓഫ് റിവ്യൂ ആൻഡ് സെൻഡ് ഇറ്റ് ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ സെൻഡ് ചെയ്യാന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ഇടുക, അങ്ങനെയൊക്കെ തന്നെയാണ്. സോ ഇത് നമുക്ക് 2025 അതായത് ഡിസംബർ വരെ നമുക്ക് വാലിഡ് ആണ് ഈ ഓഫേഴ്സ് ഒക്കെ. ഓക്കെ, സോ ഞാനിത് ആദ്യം തന്നെ പറയുന്നു, ഇതൊരു ഇൻസ്റ്റന്റ് അക്കൗണ്ട് അല്ല. സോ നമ്മൾ E8 ചെയ്ത പോലെ തന്നെ ഒരു ഇൻസ്റ്റന്റ് അക്കൗണ്ട് അല്ല ഇത്. സോ ഇതെന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. സോ നമുക്ക് ടാസ്ക് ഒക്കെ ചെയ്താലേ കിട്ടുള്ളൂ. പക്ഷെ ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോലത്തെ 5K ലിമിറ്റഡ് ടൈം ഓഫർ ഇതൊന്നും അല്ല കിട്ടാൻ പോണത്. സോ ഇനിയിപ്പോ നമ്മൾ നോക്കാൻ പോകുന്നത് റിവാർഡ് സെക്ഷൻ ആണ് കേട്ടോ. സോ റിവാർഡ് സെക്ഷനിൽ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. സോ MTJ 1 മന്ത് പ്രോഫോം 20% ഡിസ്കൗണ്ട് 20 പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ, അതേപോലെ തന്നെ പ്രോഫോം ഡിസ്കൗണ്ട് 30% 30% കൊടുത്തു കഴിഞ്ഞാൽ, പ്രോഫോം ഡിസ്കൗണ്ട് 50% 70 പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ 50% ആണ്. അതായത് അക്കൗണ്ട് പകുതി വിലക്ക് കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് മറ്റേ 10K അക്കൗണ്ട് ഒക്കെ ഒരു $40 ആണെന്നുണ്ടെങ്കിൽ $20 കിട്ടും. സോ 50% ഇതൊക്കെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് കേട്ടോ. സോ 50 പോയിന്റ് വരെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 50% നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇനി 1% എക്സ്ട്രാ മാക്സിമം DD, അതായത് നിങ്ങളുടെ 5% DD നിങ്ങൾക്ക് 6 ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 200 പോയിന്റ് വേണം. സോ 50% എക്സ്ട്രാ, അതായത് ലിവറേജ് കൂട്ടിക്കിട്ടണം എന്നുണ്ടെങ്കിൽ 150 പോയിന്റ് വേണം. അതേപോലെ തന്നെ ഫാസ്റ്റ് വിഡ്രോവലിന് 150, 24 മണിക്കൂറിന്റെ ഉള്ളിൽ നിങ്ങളെ വിഡ്രോവലൊക്കെ കയറും. അതേപോലെ തന്നെ പ്രോഫിറ്റ് സ്പ്ലിറ്റ് 5% കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ, അടുത്ത വിഡ്രോവൽ 5 കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 200 പോയിന്റ്. സോ അതേപോലെ തന്നെ അക്കൗണ്ടിന്റെ സ്കെയിൽ ചെയ്യാന്ന് പറയും. സ്കെയിൽ ചെയ്യലെന്ന് പറയുമ്പോൾ നമുക്ക് അക്കൗണ്ടിന്റെ കുറച്ച് അധികമായിട്ടുള്ള പൈസ, നമ്മളെ ഇപ്പോൾ 5K ആണെങ്കിൽ 10% ഏറെ എന്ന് പറയുമ്പോൾ നമുക്കൊരു $50 $500 ഏറെ കിട്ടും. സോ ആ ഒരു സംഭവമാണ്. സോ അടുത്തതാണ് ഇതാണ് ഫ്രീ 5K പ്രോഫോം. ഫ്രീ ആയിട്ട് 5K പ്രോഫോം കിട്ടും. അത് 200 പോയിന്റ് വേണം. അതേപോലെ തന്നെ 25K ഉണ്ട്. 25K കിട്ടണമെന്നുണ്ടെങ്കിൽ 350 പോയിന്റ് കൊടുക്കണം. ഇനി 50K പ്രോഫോം കിട്ടണമെന്നുണ്ടെങ്കിൽ 500 പോയിന്റ് വേണം. 500 പോയിന്റ് എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാലം പിടിക്കും. സോ ഈ അക്കൗണ്ടിനൊക്കെ നല്ല വിലയുള്ള അക്കൗണ്ടാണ്, റിയൽ മണി ആയിട്ടുള്ള നല്ല വിലയുള്ള അക്കൗണ്ടാണ്. അതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം പിടിക്കും. സോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, സോ അതേപോലെ തന്നെ HFT ഹുഡി, അതൊക്കെ പിന്നെ നമുക്ക് വേണമെന്നില്ല. പിന്നെ ഫ്രീ എൻട്രി ഓൺ നെക്സ്റ്റ് ന്യൂ ഇയർ GFT ഇവന്റ് വരുന്നുണ്ട്. അതിന്റെ ഒരു എൻട്രിക്ക് വേണമെങ്കിൽ 350 പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ എൻട്രിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾക്ക് മാക്സിമം കാര്യങ്ങളൊക്കെ ഇപ്പൊ മനസ്സിലായല്ലോ. സോ ഇതൊരു ഇൻസ്റ്റന്റ് അക്കൗണ്ട് അല്ല, ടാസ്കുകൾ ചെയ്താലേ നമുക്ക് ഈ കാര്യങ്ങൾ കിട്ടുള്ളൂ. സോ ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആണ് എന്തായാലും. സോ എല്ലാവർക്കും നല്ലൊരു അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഓക്കെ, സോ അതേപോലെ തന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിന്റെ അകത്ത്. ടാസ്ക് ഒക്കെ ഇതിൽ ഒരുപാട് ടാസ്ക് ഞാൻ ഏകദേശം കൂട്ടിയപ്പോൾ 150 പോയിന്റ് നമുക്ക് എങ്ങനെയാലും നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, സോ ബാക്കിയുള്ളതൊക്കെ നമുക്ക് നിങ്ങൾക്ക് പേ ഔട്ട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിൽ 5 അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. 2 അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഓരോ സംഭവങ്ങളാണ്, ഓരോ വർക്കേഴ്സ് ലിങ്ക്ഡ് ഇൻ ട്രേഡർ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. അതില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടാസ്ക് തന്നെയല്ലേ ഉള്ളൂ ഇതില്. സോ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 300-400 പോയിന്റ്സ് അടുത്ത് കിട്ടും. സോ 400 പോയിന്റ്സ് മതി നമുക്ക് 25K അക്കൗണ്ട് കിട്ടാൻ. 25K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അക്കൗണ്ട് ആണ്. സോ ഏകദേശം 25K അക്കൗണ്ടിന് ഏകദേശം $150 ഉണ്ട്. ഏകദേശം 10-14 രൂപ വിലയുണ്ട്. സോ അത്രയും വിലയുള്ള അക്കൗണ്ട് ആണ് ഈ ഒരു ഫ്രീ ആയിട്ട് അവർ തരാൻ പോകുന്നത്. സോ ഇപ്പോഴും എന്റെ സ്റ്റിൽ പെൻഡിങ് ആണ് ഇവിടെ കേട്ടോ. സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ടാസ്ക് ചെയ്ത് കഴിഞ്ഞാലും സുഖമായിട്ട് നമുക്ക് ഇതിന്റെ ഒരു സംഭവങ്ങൾ ഏൺ ചെയ്തെടുക്കാൻ പറ്റും. സോ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇത് നടക്കും. ഓക്കെ, സോ ഫ്രീ ആയിട്ടാണ് ഇവര് ഈ ഒരു ഓപ്ഷൻ കൊണ്ടുവന്നത്. ഇത് എത്ര ദിവസം വേണമെങ്കിലും ഉണ്ടാവും. ഇത് അടുത്ത കൊല്ലാകുമ്പോഴേക്കും ഇത് അടുത്ത കൊല്ലാകുമ്പോഴേക്കും ഇതിന്റെ ടാസ്കുകൾ വേറെ വരും. അതേപോലെ തന്നെ ഇതിൽ വേറെ കുറെ ഓപ്ഷൻസ് വരും. സോ ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ ഇതിൽ ചെയ്തിട്ട് നമുക്കൊരു അക്കൗണ്ട് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. സോ ഇതൊരു വളരെ വലിയ ഓപ്പർച്യൂണിറ്റി ആണ്. സോ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബൈ.